ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നെന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ മറ്റേ മരുഭൂമിയിൽ മറ്റേ കാറും ബൈക്കൊക്കെ ഓട്ടൂലേ, ആ ഒരു സംഭവത്തിന് വന്നിക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തിക്കണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, ഇൻഷാല്ലാ. നമ്മൾ ആദ്യമായിട്ടാണിത്. ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ. ആ ബൈക്കാണ് നമ്മൾ ഓട്ടാൻ പോണത്. നമ്മൾ കാർ എടുക്കണില്ല, നമ്മൾ എടുക്കുന്ന ബൈക്കാണ്. അപ്പോൾ 4 ആൾക്കാരുണ്ട് ഞങ്ങൾ. 4 ആൾക്കാരാകുമ്പോൾ ഒന്നിന് 60 ദിർഹമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓട്ടാൻ പോണ്. മോനെ കണ്ടില്ല ഞങ്ങൾ, നമ്മളെ ബൈക്ക് ഇതാണ് കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മൾ ഓട്ടാൻ പോണത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ ആയി നമ്മൾ ഈ മരുഭൂമി കൂടെ ഒക്കെ ഇതൊന്ന് ഓട്ടണം എന്ന് വിചാരിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇതിൽ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഓട്ടാൻ പോണ്. ഓക്കെ, ഇൻഷാല്ലാ. ആദ്യമായിട്ടാണ്, എന്താകുമെന്ന് നമുക്കറിയാം. നല്ല ആ 3 ആൾക്കാരാണത്. വളപ്പുള്ളതേ ഏതായാലും അടിപൊളിയായിരുന്നു. ജസ്റ്റ് നമുക്ക് എല്ലായിടത്തും കറങ്ങി വെക്കാം. ഇവിടെ ചെറിയൊരു മയച്ചാറ്റിൽ ചെയ്താണ്ടേ, ഇതിൽ ചെറിയൊരു മയച്ചാറ്റിൽ ചെയ്താണ്ട് മറ്റേ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ചിക്കുന്നുണ്ട്. മറ്റേ ആ ചൂടില്ലേ, മരുഭൂമിത്തെ ആ ചൂട് വലുതായിട്ടൊന്നും ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ ഒന്നും ചാരിയോണ്ടേ മരുഭൂമിത്തെ ആ വലിയൊരു ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, കണ്ടില്ലേ, ഇന്ന് ചെറിയൊരു മയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി ഒന്ന് ഓട്ടി വെക്കാം. അപ്പോൾ ഏതായാലും ഞങ്ങൾ വണ്ടിമ്മ കയറാൻ പോവാണ്. മുന്നിൽ ആ ഞാൻ കയറാം. ഗൈസ്, അങ്ങനെ വണ്ടിമ്മ കയറി ഇങ്ങനെ ഒരു നിങ്ങളിട്ടല്ലേ സ്വിച്ചാ ആക്സിലേറ്റർ ബ്രേക്ക്, ഇത് 2 ബ്രേക്കാ? ബ്രേക്കോ? എന്താ പോവാത്തെ? ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നല്ല പോകുക. ഞാനുണ്ട് കൊറേ ദിവസങ്ങളായി ആഗ്രഹിക്കുന്നു മരുഭൂമി കൂടെ റൈഡ്. നൈസാട്ടോ പരിപാടി. നമ്മളിപ്പോ 1 ആൾക്കാർക്ക് അങ്ങനെ പോകുന്നു. നമ്മള് ബാക്കിലാണ്, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി. കൊറേ ആഗ്രഹിച്ചു നമ്മള് മരുഭൂമിയുടെ വണ്ടി ഓട്ടാൻ. അപ്പോ മറ്റേ ആ വണ്ടി ഉണ്ടല്ലോ, ഏത് ഈ ഒരു സാധനം, അതിങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ ഒരു ക്യാമറ എടുക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞമ്മക്ക് ആകെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ 4 ആളുള്ളത് കേട്ടോ. 5 നോക്കി, ഇത് 5 നമ്മളെ ഡ്രൈവർ. അപ്പോ മരുഭൂമി കൂടെ ഈ വണ്ടി കൂട്ടിപ്പോ ഇങ്ങനെ വന്ന് കണക്കുണ്ട്. നമ്മള് വണ്ടി കൂട്ടുമ്പോ കാണാതെ അങ്ങനെ അടിപൊളിയുണ്ടോ? ഇതന്നെയല്ല മരുഭൂമി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വണ്ടി കൊണ്ട് പോട്ടി ഇങ്ങനെ അങ്ങനെ അടിപൊളി. അപ്പോ ഞങ്ങള് കണ്ടില്ലേ, ഒട്ടത്തിന്റെ അടുത്താണ്. എല്ലാരും ഉണ്ട്, ഞങ്ങൾ 4 ആളുണ്ട്. അങ്ങനെ പറയല്ലേ കേട്ടോ. അപ്പോ ഞങ്ങള് റൈഡ് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇവരെ എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചു നോക്കാം. സംഭവം അടിപൊളിയാക്കണം, ഇല്ല കാര്യം പറയാലോ, അടിപൊളി സംഭവം. 5 എക്സ്പീരിയൻസ് എന്താണ്? അടിപൊളി. അടിപൊളി. അപ്പൊ എല്ലാരും അടിപൊളിയാണെന്ന് പറഞ്ഞ് ഗൈസ്, ഒന്നും പറയല്ല, അടിപൊളി കേട്ടോ. ഒരു വള്ള കുടിച്ചിങ്ങനെ നിൽക്കാണ്, ഒന്നും പറയല്ല, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമായിക്കണ്. നമ്മള് കുറെ ആഗ്രഹിച്ച സംഭവമാണ് ഇതൊക്കെ. എന്താ ഫീൽ, ഒരു അടിപൊളി. ഇതൊക്കെ ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി.
അടിപൊളിയാണ് അടിപൊളി. അവിടെ നിന്ന് ഇറങ്ങി പോരാന്നൊന്നുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളേതായാലും പുറത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒന്നും പറയല്ല, അടിപൊളി സംഭവം, ഒന്നും പറയല്ല, അടിപൊളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.